എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നയനയും അനിയും കൂടി CCTV എല്ലാം ചെക്ക് ചെയ്യുവാണ്. അന്നേരം എല്ലാ ക്യാമറയും കേടാണ്, ഒന്നും കാണുന്നില്ല. അന്നേരം ഈ കാര്യം അനി നയനയോട് പറയുമ്പോൾ നയന ചോദിക്കും, എല്ലാ ക്യാമറയും കേടാണെങ്കിൽ അതാരെങ്കിലും ചെയ്തത് തന്നെയായിരിക്കുകയില്ലേ എന്ന് ചോദിക്കുക. അന്നേരം അനി പറയുന്നുണ്ട്, അത് അങ്ങനെ ആകാൻ തന്നെയാണ് സാധ്യത, വേറെ ആരും ആയിരിക്കില്ല, അഭി തന്നെയായിരിക്കും, അവൻ തന്നെയായിരിക്കും ആ പാമ്പിനെ വീടിനുള്ളിൽ എത്തിച്ചതും, അതുകൊണ്ട് അവൻ ചെയ്ത കള്ളത്തരമാകാനാണ് സാധ്യത എന്ന് പറയുന്നുണ്ട്. അന്നേരം നയന പറയുന്നുണ്ട്, വീട്ടിലുള്ളത് പുറമേ ഉള്ളതിനേക്കാൾ വലിയ വിഷജന്തുവാണ്, അവൻ ആരെയൊക്കെ എന്തൊക്കെ ചെയ്യും എന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ കുറേ സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ അറിയാവുന്ന നയനയാണ് അഭിയുടെ വലിയൊരു കള്ളത്തരം ഒളിപ്പിച്ചു വെച്ച് ചേച്ചിയുടെ കെട്ടുതാലി കഴുത്തെ നിലനിർത്തുന്നത്. പിന്നെ നയന അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, അവൻ അങ്ങനെ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല, നന്ദു അവൻ്റെ പുറകെ തന്നെയുണ്ട്, ആ കള്ളക്കടത്ത് സ്വർണം വന്ന വഴി നന്ദു തന്നെ കണ്ടുപിടിച്ചോളും, അതോടെ അവൻ്റെ കാര്യങ്ങളെല്ലാം തീർന്നോളും എന്ന് പറയുന്നു. എന്നിട്ട് അനിയോട് പറയുവാണ്, ഞാൻ അവനെ ഒന്ന് കാണട്ടെ എന്ന്. എന്നിട്ട് അബിയെ പോയി കാണുവാണ്. അന്നേരം അബിയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ആ പാമ്പ് ഈ വീടിനുള്ളിൽ വന്നത് എന്ന്. അന്നേരം അബി ചോദിക്കും, പാമ്പല്ലേ ഏട്ടത്തി, അത് എവിടുന്നേലും എഴഞ്ഞു വരും, അതിനെ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്ന് പറയുമ്പം, ഈ വീടിനുള്ളിൽ ഇതുവരെ പാമ്പ് കയറിയിട്ടില്ല, ആ പാമ്പ് ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അതാരെങ്കിലും കൊണ്ടിട്ടത് തന്നെയാണ്. CCTVയുടെ എല്ലാ ക്യാമറകളും കേടാണ്, അതെല്ലാം കൂടെ ഒരുമിച്ച് എങ്ങനെയാണ് കേടാവുന്നത്, അപ്പോൾ അതാരെങ്കിലും ചെയ്തത് തന്നെയായിരിക്കില്ല, അത് നീയല്ലേ ചെയ്തത് എന്ന് ചോദിക്കും. അന്നേരം അഭി ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഏട്ടത്തി, ഈ വീട്ടിൽ എന്ത് സംഭവിച്ചാലും എന്നെയാണോ കുറ്റപ്പെടുത്തുന്നത്, ഇപ്പോൾ പാമ്പിനെ കൊണ്ടിട്ടത് ഞാൻ, CCTV കേടാക്കിയതെന്ന് ഞാൻ, ഇതെല്ലാം എൻ്റെ തലയിലാക്കുന്നത് എന്തിനാ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം നയന പറയുന്നുണ്ട്, നീ എന്ത് തെറ്റാ ചെയ്തത് എന്ന് നിനക്ക് നന്നായിട്ട് അറിയാം, ആനയ്ക്ക് നോക്കിയ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, അവളുടെ കഴുത്തിൽ ആരോ പിടിച്ച് ഞെക്കിയിട്ടുണ്ട്, എന്തൊക്കെയോ ബലപ്രയോഗം നടത്തിയിട്ടുണ്ടെന്ന്, അതും നീയല്ലേ എന്ന് ചോദിക്കും. അന്നേരം ഈശ്വര, ഞാൻ അതൊന്നും ചെയ്തതല്ല, ഇതിപ്പം ഏത് വഴിക്ക് എന്ത് പോയാലും അതെൻ്റെ തലയിൽ ഇടാനാണല്ലോ ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അഭി വലിയ പാവമാവാൻ വേണ്ടി ശ്രമിക്കുവാണ്. അന്നേരം നയന പറയുന്നുണ്ട്, ഏതായാലും നന്ദു നിൻ്റെ പുറകെ തന്നെയുണ്ട്, അതുകൊണ്ട് നീ ഒരുപാട് അങ്ങ് നെഗളിക്കണ്ട, നിൻ്റെ കള്ളത്തരങ്ങളെല്ലാം അവൾ പുറത്ത് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് അഭിയോടും കുറേ കാര്യങ്ങൾ നയന സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നയന അങ്ങ് പോകാൻ തുടങ്ങുവാണ്. എന്നിട്ട് തിരിഞ്ഞു നിന്ന് ചോദിക്കുന്നുണ്ട്, ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, നീ എന്തിനാ ആ പാമ്പിനെ ഇതിൻ്റെ ഉള്ളിൽ എത്തിച്ചത്, എന്നെ കൊല്ലാനാണോ? കാരണം ഞാനും ആദർശേട്ടനും ആണല്ലോ നിൻ്റെ നമ്പർ 1 ശത്രു ഇപ്പം, അതുകൊണ്ട് എന്നെ കൊല്ലാനായിരുന്നോ നീ കൊണ്ടിട്ടത്, അതാവാനേ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നയന അങ്ങോട്ട് പോകുമ്പം ദേഷ്യം വന്നിട്ട് നിൽക്കുക അഭി. പിന്നീട് ജലജയാണ് കാണിക്കുന്നത്, പാമ്പിൻ്റെ കടിയൊക്കെ ഏറ്റതുകൊണ്ടാണെന്ന് തോന്നുന്നു ആശാത്തി നേരത്തെ കയറി കിടന്നിട്ടുണ്ട്. അന്നേരം നവ്യ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ ഇപ്പം എങ്ങനെയുണ്ട് എന്ന്. അന്നേരം ജലജ പറയുമ്പോൾ, കുഴപ്പമൊന്നുമില്ല മോളെ, ചെറിയ വിഷമല്ലേ ശരീരത്തിൽ കയറിയുള്ളൂ, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല എന്ന് പറയുവാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ ജലജ പറയുന്നുണ്ട്, എന്നെ മോള് വിളിച്ചായിരുന്നു അയർലൻഡിൽ നിന്ന്, എന്നെ പാമ്പ് കടിച്ചു എന്ന് അറിഞ്ഞിട്ട് അവൾക്ക് ആകെ വിഷമമായി എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, അവൾ എന്നെയും വിളിച്ചായിരുന്നു ഇടയ്ക്ക്, ഉടനെ തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാണല്ലോ അവൾ പറഞ്ഞത് എന്ന് പറയും. അന്നേരം ജലജ പറയുന്നുണ്ട്, അവൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, അവളുടെ പഠനമെല്ലാം കഴിഞ്ഞില്ലേ, ഇനി 22 വയസ്സുമായി, അപ്പം എങ്ങനെയെങ്കിലും അവളുടെ വിവാഹം ഒന്ന് നടത്തി കൊടുക്കണം, അതിനി ആരുടെയൊക്കെ കാല് പിടിക്കേണ്ടി വരും എന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുക. അന്നേരം നവ്യ ചോദിക്കും, അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് എന്ന്. അന്നേരം ജലജ പറയുന്നുണ്ട്, മോൾക്കറിയാലോ എന്നെയും അഭിയും ഒന്നും ഈ വീട്ടിലെ അംഗമായിട്ട് ഇവിടെയുള്ളവരൊന്നും കണക്കാക്കിയിട്ടില്ല എന്ന്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, ആദർശന് നേരത്തെ അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഞാനും അത് സത്യസന്ധമായ സ്നേഹമാണെന്നാണ് കരുതിയിരുന്നത്, പിന്നെ മനസ്സിലായത് അതൊക്കെ അഭിനയമാണെന്ന് എന്നിങ്ങനെ വിഷമത്തോടെ പറയുക ജലജ. അന്നേരം നവ്യ പറയുന്നുണ്ട്, ശരിക്കും ഈ വീട്ടിലെ ഏറ്റവും വലിയ കള്ളൻ ആ ആദർശാണ്, അയാൾക്കായിരുന്നു പാമ്പിൻ്റെ കടി ഏൽക്കേണ്ടത്, ശരിക്കും പാമ്പ് ഇതിനകത്ത് എഴഞ്ഞു കയറിയതും അയാളെ കടിക്കാൻ വേണ്ടി തന്നെയായിരിക്കും, പക്ഷെ ആൾ മാറിപ്പോയെന്നേ ഉള്ളൂ എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട്, ശരിയാ, ഞാനും അങ്ങനെയൊക്കെ ചിന്തിച്ചു എന്ന്. അത് കഴിഞ്ഞ് നവ്യ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്, അമ്മ റെസ്റ്റ് എടുത്തു എന്നൊക്കെ പറഞ്ഞ്. ഇവർ രണ്ടുപേരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, അഭിയുടെ പെങ്ങൾ അനിയത്തി ഇങ്ങോട്ട് വരുവാണ് എന്ന്, അത് ഇതിനേക്കാൾ വലിയ നെഗറ്റീവ് ക്യാരക്ടറാണ്, ഇവരേക്കാൾ വലിയ കുശുമ്പും കുഞ്ഞായ്മയും ഉള്ള സാധനമാണെന്ന് നയനയും അനിയും കൂടെ സംസാരിക്കുന്നുണ്ട്. അനി പറയുന്നുണ്ട്, അവളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരെണ്ണം കൂടെ, ഒരു വിഷപ്പാമ്പോടെ ഈ വീടിനുള്ളിൽ കൂടും, അത്രയേ സംഭവിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. അന്നേരം നയന പറയുന്നുണ്ടായിരുന്നു, അതൊന്നും കുഴപ്പമില്ലെന്നേ, അവൾക്ക് വിവാഹപ്രായമായതല്ലേ, അവളെ അങ്ങ് കെട്ടിച്ചു വിട്ടാൽ ആ പ്രശ്നം തീരുമല്ലോ എന്ന്. അന്നേരം അനി പറയുന്നുണ്ട്, കെട്ടിച്ചു വിട്ടാലും പോയൊക്കെ സ്പീഡിൽ തിരിച്ചു വരും, അതിൻ്റെയൊക്കെ സ്വഭാവം ഈ അപ്പച്ചിയുടെ പോലെ തന്നെയാണെന്ന് പറയുന്നുണ്ടായിരുന്നു.
പിന്നീട് നമ്മുടെ നന്ദുവിനെ കാണിക്കുന്നുണ്ട്. നന്ദു വീട്ടിലോട്ട് തിരിച്ചു പോകുന്ന സമയത്ത് കോൺസ്റ്റബിൾസിനോട് പറയുന്നുണ്ട്, രാവിലെ വണ്ടിയായിട്ട് വന്നാൽ നമുക്ക് രാവിലെ തന്നെ അനന്തപുരിയിലേക്കാണ് പോകേണ്ടത്. അവിടെ പോയി അഭിയെ അറസ്റ്റ് ചെയ്യണം. അവനാണ് അനഘയെ കൊല്ലാൻ നോക്കിയത്. അതുകൂടാതെ അവനിപ്പോൾ എൻ്റെ ചേച്ചീനെയും കൊല്ലാൻ നോക്കി. ഇനി അവനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ ആ കൂടെയുള്ളവരും പറയുന്നുണ്ട് അവൻ്റെ ക്യാരക്ടർ ഇത്രയ്ക്ക് ക്രൂവലായി പോയല്ലോ എന്നൊക്കെ. ഏതായാലും രാവിലെ എഴുന്നേറ്റ് നന്ദു നേരെ അനന്തപുരിയിലേക്കാണ് പോരുന്നത്. ഇനി അഭിയെ വെറുതെ വിടിയേല എന്ന് തന്നെയാണ് നന്ദുവിൻ്റെ മനസ്സിലെ തീരുമാനം. അപ്പം നന്ദു വന്ന് ഇറങ്ങി കഴിയുമ്പോഴേക്കും ആദ്യം ഇറങ്ങി വരുന്ന നയനയാണ്. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം ഇങ്ങനെ അഭിയെ കൊണ്ടുപോകാനാണ് വന്നത് എന്ന് പറയും. അവൻ എന്തി എന്ന് ചോദിക്കുമ്പോഴേക്കും കറക്റ്റ് സമയത്ത് വണ്ടിയെ വന്ന് അവിടെ വന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അഭി പുറത്ത് പോയതായിരുന്നു. കയറി വന്നു കഴിയുമ്പം നന്ദു പറയുന്നുണ്ട്, ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയാണ് വന്നത് എന്ന്. അന്നേരം അഭി ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തേ? ഞാനൊന്നും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് ഞാൻ കൂടെ വരുന്നത് എന്ന് ചോദിക്കും. അന്നേരം നന്ദു പറയുന്നുണ്ട്, നീ ചെയ്ത തെറ്റെന്താണ് എന്ന് നിനക്ക് നന്നായിട്ട് അറിയാം, അത് എനിക്കും അറിയാം. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാതെ ഇവിടുന്ന് ഇറങ്ങുന്നതാണ് നല്ലത് എന്ന് പറയും. ഇവരിങ്ങനെ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ജലജ വരുന്നത്. എന്നിട്ട് ജലജ എന്താ സംഭവം എന്ന് ചോദിക്കും. ഇത് കേൾക്കുന്നത് ജലജയ്ക്ക് ദേഷ്യം. അങ്ങനെ അവനെ അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല, അങ്ങനെ അറസ്റ്റ് ചെയ്തോളാം, നിന്നോട് ആരാ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടാണ് അകത്തുനിന്ന് മുത്തശ്ശൻ വരുന്നത്. അപ്പോൾ മുത്തശ്ശൻ പറയും, ഞാൻ അവളോട് മോളോട് അറസ്റ്റ് ചെയ്തോളാം പറഞ്ഞത് സ്വർണ്ണക്കടത്ത് കേസുമായിട്ട് ഇവൻ എന്തോ ബന്ധമുണ്ട് എന്ന് മോള് പറഞ്ഞപ്പോൾ അവനെ അറസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്തോ ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞത് ഞാനാണ് എന്ന് പറയുന്നു. അന്നേക്കും ജലജയുടെ സ്വഭാവം മാറും. ജലജ പറയുവാണ്, അല്ലെങ്കിലും ഈ വീട്ടിൽ ഞാൻ രണ്ടാം തരക്കാരിയാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കും എൻ്റെ മകനും യാതൊരു വിലയും ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, വിലയൊക്കെ അത്യാവശ്യം അവന് കൊടുത്തുകൊണ്ടിരുന്നതാണ്. അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അവൻ ഇങ്ങനെയായത്. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അകത്ത് കിടക്കണം. അവനെ ഇടിക്കുകയോ തല്ലുവോ കൊല്ലുവോ എന്നെ വേണമെങ്കിലും ചെയ്തു. അവൻ്റെ വായിന്ന് അവൻ ചെയ്ത് തെറ്റ് മൊത്തം പുറത്ത് വരണം മോളെ എന്ന് മുത്തശ്ശൻ നന്ദുവിനോട് പറയുന്നുണ്ട്. എന്നിട്ട് നന്ദു പറയുന്നുണ്ട്, ഉറപ്പായിട്ടും ഇവനെ കൊണ്ട് തന്നെ ഞാൻ സത്യം പറയിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വാടാ പോകാം എന്ന് പറയുക. അന്നേരം പെട്ടെന്ന് ടെൻഷൻ ആകുന്നു ജലജയ്ക്ക്. ജലജ നേരെ അകത്തേക്ക് പോവുക. കാരണം നവ്യനെ വിളിച്ചുകൊണ്ട് വരാനാണ്. ജലജ ചെല്ലുമ്പം അവിടെ നവ്യ കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ മടക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം പറയുന്നുണ്ട്, നീ ഇത് മടക്കിക്കൊണ്ടിരുന്നോ? നിൻ്റെ ഭർത്താവിനെ തൂക്കിക്കൊണ്ട് പോകാൻ നിൻ്റെ അനിയത്തി വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, എന്താ അമ്മ ഈ പറയുന്നതെന്ന് ചോദിക്കും. അന്നേരം എന്നതാ പറയുന്നതെന്ന് അവിടെ വന്ന് നോക്ക്, നീ അങ്ങോട്ട് വാ, ഞാൻ പറഞ്ഞാലൊന്നും ആരും കേൾക്കുകയില്ല എന്ന് പറയും. അങ്ങനെ നവ്യനെയും വിളിച്ചുകൊണ്ട് ജലജ വരുവാണ്. ഈ സമയം അബിയോട് പറയുന്നുണ്ട് നന്ദു, നമുക്കിനി പോകാം, കൂടുതൽ ഇവിടെ നിന്ന് വിശദീകരിക്കേണ്ട കാര്യമില്ല എന്ന്. അപ്പോഴത്തേക്കും അവിടെ എന്താ എന്ന് ചോദിച്ചിട്ട് ഓടിപ്പിടിച്ച് നവ്യ വരും. എന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുക. അന്തേക്കും രക്ഷപ്പെടാൻ വേണ്ടി അബി, ഇത് കണ്ടോ, നിൻ്റെ അനിയത്തി എന്നെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി വന്നതാ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയും. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ മോൾ അവിടെ കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളും. നിൻ്റെ കർണത്തൊന്ന് ഓർണം തന്നിട്ട് മുത്തശ്ശൻ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയാലോ, ഇവനെ ഒരു കാരണവശാലും വെറുതെ വിടരുതെന്നാണ്, അതുകൊണ്ട് മോൾ കൊണ്ടുപോക്കുക എന്നാണ് മുത്തശ്ശി പറയുന്നത്. അത് കേൾക്കുമ്പോഴേക്കും അങ്ങ് ദേഷ്യം വരുന്നുണ്ട് നവ്യയ്ക്ക്. നവ്യ പറയുവാണ്, എൻ്റെ ഭർത്താവിനെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ അറസ്റ്റ് ചെയ്യാനായിരുന്നെങ്കിൽ ഈ വീട്ടിലെ മൂത്ത പുത്രനുണ്ടല്ലോ ആദർശ്, അയാളെ ആയിരുന്നു അറസ്റ്റ് ചെയ്യേണ്ടത്. ആ സന്ദർഭം വന്നപ്പം എല്ലാവരും അയാളുടെ സൈഡല്ലായിരുന്നു നിന്നത്. ഇവനെ മൂർത്തി ജ്വല്ലറിയിൽ എല്ലാവരും കൂടി ഒതുക്കി. അന്നേരം അവൻ ചില തെറ്റൊക്കെ ചെയ്ത് കാണും, അതിന് ശിക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനേക്കാൾ ശിക്ഷ അനുഭവിക്കാൻ അർഹതയുള്ളവർ ഈ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞ് നവ്യയുടെ ഒരു നീണ്ട പ്രസംഗമാണ്. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഇതിപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും ഞാൻ ഇവനെയും കൊണ്ടേ പോകത്തുള്ളൂ. ഇവൻ ചെയ്ത തെറ്റ് ഇവനെ കൊണ്ട് തന്നെ ഞാൻ പറയിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കൊണ്ടുപോകാൻ തുടങ്ങുവാണ്. അന്നേരം നയനയും പറയുന്നുണ്ട്, ചേച്ചി ഇതിൻ്റെ അകത്ത് ഇടപെടാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നന്ദു കൂട്ടിക്കൊണ്ട് പോകുന്നത് എന്ന് പറയും. അന്നേരം നവ്യ ചോദിക്കുന്നുണ്ട്, നിനക്ക് നാണമില്ലേ ഇത് പറയാനാണ്? നിൻ്റെ കെട്ടിയവൻ ചെയ്ത അത്ര തെറ്റൊന്നും അവൻ ചെയ്തിട്ടില്ല, എന്നിട്ട് നീ നിൻ്റെ ഭർത്താവിനെ ന്യായീകരിക്കുമല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരവും ആദർശിനെ വളരെയധികം മോശമാക്കിക്കൊണ്ടാണ് നവ്യ സംസാരിക്കുന്നത്. നവ്യ ചോദിക്കുന്നുണ്ട്, ആദർശിൻ്റെ ഒപ്പം ഇവനെ നിർത്താൻ വേണ്ടിയല്ലേ ഇവൻ്റെ പേരിൽ കള്ളക്കേസ് എടുത്തത്? അതെനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പം നന്ദു പറയുന്നുണ്ട്, ഇവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തെളിവ് സഹിതം അവൻ പ്രൂവ് ചെയ്യണം അവൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. അല്ലാത്ത പക്ഷം ഞാൻ ഇവനെ കൂട്ടിക്കൊണ്ട് പോവുക തന്നെ ചെയ്യും. ആരെതിർത്തിട്ടും കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നിന്നോട് വരാനല്ലേ എന്ന് പറഞ്ഞ് നന്ദു വിളിച്ചിറക്കിക്കൊണ്ട് പോവാണ്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, കൊണ്ടുപോകും, ഒരു കുഴപ്പമില്ലാന്ന്. ഏതായാലും വിളിച്ചിറക്കിക്കൊണ്ട് വരുമ്പോഴേക്കും നവ്യ തടയാൻ ചെല്ലുന്നു. അന്നേരം നയന പറയുന്നുണ്ട്, ചേച്ചി തടയാനൊന്നും നിൽക്കണ്ട, നടക്കുകയില്ലെന്ന്. എന്നിട്ട് ഞാൻ തടയൊടി എന്ന് പറഞ്ഞാണ് ഇറങ്ങി ചെല്ലുന്നത്. ഇറങ്ങി ചെന്നിട്ട്, നീ എൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് പോവുമല്ലേടി എന്ന് ചോദിച്ച് നന്ദുവിൻ്റെ കാരണം തീർത്തോർണം കൊടുക്കുന്നു. അന്തേക്കും നന്ദു പറയുന്നുണ്ട്, എന്നെ തല്ലിക്കോ, തല്ലി ഞാൻ ഇവിടെ നിന്ന് കൊല്ലും, പക്ഷേ ഇവനെ ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും ചെയ്യും, കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. അവിടുന്ന് അവനെ രക്ഷപ്പെടണമെന്ന മോഹം ഉണ്ടെങ്കിൽ അവൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് കോടതിയിൽ പ്രൂവ് ചെയ്യണം, അല്ലാത്ത പക്ഷം ഞാൻ ഇവനെ കൊണ്ടുപോകും. ചേച്ചി എന്നെ എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല എന്നിങ്ങനെ പറയുക. അന്തേക്കും
ദേഷ്യം വന്നിട്ട് നവ്യ ചോദിക്കുന്നുണ്ട്, നീ ഈ കാണിക്കുന്ന ദേഷ്യവും ശൗര്യവും ഒക്കെ ഇവിടുത്തെ ആദർശ് എന്ന് പറയുന്ന ഒരു ആളുണ്ടല്ലോ, അയാളുടെ അടുത്ത് കാണിക്കാനുള്ള ധൈര്യം നിനക്കുണ്ടോ എന്ന് ചോദിക്കും. എന്നിട്ട് കുറേ ചീത്ത പറയുന്നുണ്ട് ആദർശിനെ. അന്നേരം നന്ദു പറയുന്നുണ്ട്, നയനേച്ചി ഈ പറയുന്ന വാക്കുകളെല്ലാം അതിര് വിട്ടു പോകുന്നുണ്ട്, അതുകൊണ്ട് ചേച്ചിക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് നല്ലത് എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. ഏതായാലും നന്ദു പറയും, ഞാൻ ഇവനെ കൊണ്ടുപോകും, ഇതിൻ്റെ അകത്ത് ചേച്ചി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് അഭിയെ തൂക്കിയെടുത്ത് വണ്ടിയിലാക്കാൻ കോൺസ്റ്റബിൾസിനോട് പറയുന്നു. അവനെ വണ്ടിയിൽ കയറ്റിയിരുത്തും അവർ. നന്ദു പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും നവ്യ പറയുന്നുണ്ട്, എൻ്റെ അഭിയനെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനും നീയും തമ്മിൽ യാതൊരു ബന്ധവും കാണില്ല എന്ന് പറയുക. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഒരു കുറ്റവാളിയെ അറസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ ചേച്ചി ബന്ധം വേണ്ട എന്ന് വെക്കുവാണെങ്കിൽ വെച്ചോ, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് നന്ദു വണ്ടി കയറി പോകുന്നത്. അന്നേക്കും അങ്ങ് ദേഷ്യം വന്നങ്ങ് തിളച്ച് നിൽക്കുവാണ് നവ്യ. നവ്യ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ ജയിൽ പുള്ളി ആക്കിയിട്ട് ആരും ഇവിടെ സന്തോഷിക്കാമെന്ന് കരുതണ്ട. ഇതൊന്നും ഞാൻ അനുവദിച്ച് തരികയില്ല. ഇതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നത് ഞാനും എൻ്റെ കുഞ്ഞുമല്ലേ, എൻ്റെ കുഞ്ഞിനല്ലേ ഇതിൻ്റെ ദോഷം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അവൻ ജയിലിലായി എന്ന് ഓർത്ത് നിനക്കും നിൻ്റെ കുഞ്ഞിനും യാതൊരു കുഴപ്പങ്ങളും ഉണ്ടാകില്ല, ഞങ്ങൾ നോക്കും എന്നൊക്കെ പറയുമ്പം ഞാനത് സമ്മതിച്ച് തരികയില്ല. ഈ നാണക്കേട് എനിക്ക് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നോക്കിക്കോ, നിങ്ങളെല്ലാം കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് കുറേ വെല്ലുവിളിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ദേഷ്യപ്പെട്ട് നവ്യ അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരവും ആദർശിനെ ചീത്ത പറയുന്നുണ്ട്. അന്നേരം ഇതെല്ലാം കേട്ട് മറ്റേ മത്തങ്ങ മോന്തം വെച്ചുകൊണ്ട് അവിടെ നയന നിൽപ്പുണ്ട്. ഒരു കാര്യം പ്രതികരിക്കുന്ന പോലുമില്ല. ഇവർക്കറിയാം അനഘയെ കൊല്ലാൻ നോക്കിയത് അഭിയാണ് എന്നറിയാം. നയനെ കൊല്ലാൻ വേണ്ടി പാമ്പിനെ അവിടെ കൊണ്ട് ആക്കിയത് അഭിയാണ് എന്നറിയാം. കാരണം ആ പാമ്പാട്ടി പിടിച്ചല്ലോ. ഈ കാര്യങ്ങളൊന്നും നവ്യയോട് തുറന്ന് പറയുന്നില്ല. എന്നിട്ട് ഒരു കടത്ത് കേസിൻ്റെ കാര്യം മാത്രം പറഞ്ഞാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നവ്യ അവിടെ കിടന്ന് പൂരെ ചീത്ത പറയുന്നുണ്ട് ആദർശിനെ. അന്നേരം എല്ലാം കേട്ട് ചേച്ചിയുടെ കഴുത്തിൽ ആ താലി സംരക്ഷിക്കാൻ വേണ്ടി നോക്കി നിൽക്കുന്ന നയനെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നവ്യ പറയുന്നുണ്ട്, ഇനി നീ എൻ്റെ താലിയും കൂടി അറക്കടി, എന്നാലല്ലേ നിനക്ക് സമാധാനം ആവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അല്ല കൂളായിട്ട് മുഖം വീർപ്പിച്ചെന്ന് കേൾക്കുന്നുണ്ട് നയന ഇതെല്ലാം. പിന്നെ ചോദ്യം ചെയ്യാനായിട്ട് സ്റ്റേഷനിൽ കൊണ്ടിരുത്തിയേക്കുന്ന അഭിയും കാണിക്കുന്നുണ്ട്. അത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.